ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമുക്ക് റീ എൻട്രി എപ്പിസോഡിലോട്ട് പോവാം. 6 days to go. ഇനി 6 ദിവസം കൂടെ അല്ലേ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദിലയും നൂറയും പരസ്പരം ആ 6 days to go അതിന് താഴെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് നമ്മളായിരിക്കുമോ ഇനി ഔട്ടാവുക, നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമെന്ന് കുറേ പേര് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒന്നും ആയില്ല. പിന്നെ അനുവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അനു കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്നലെ മൊത്തം അനീഷിൻ്റെ ഫാൻസിനെ പേടിച്ചിരിക്കുകയാണ്, അതൊന്നും ശരിയല്ല എന്നൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുന്നുണ്ട്. അനീഷ് അനു അവർ എവിടെ വെച്ചാണോ അനീഷിൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ ആ ഒരു ഊഞ്ഞാലിലിരുന്ന് രണ്ടുപേരും അനു അനീഷും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് വീണ്ടും ഈ ഒരു സംഭവം പുറത്തിട്ട് അറിഞ്ഞ് കളിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, അനീഷിൻ്റെ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള ഇതുവരെയുള്ള ക്യാരക്ടർ ചേഞ്ച് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അനീഷ് അനുവിനോട് പറയുന്നുണ്ട്, എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചു അനുവിനും എന്നോട് തിരിച്ച് ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അങ്ങനെ ചിന്തിച്ചു പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ ചേട്ടനെ ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ കിച്ചണിൽ അനീഷൂടെ നിൽക്കുമ്പോൾ നിവിനും അക്ബറും കൂടെ പ്രണയഗാനമൊക്കെ പാടുന്നുണ്ട്. അത് നിവിൻ പാടുന്ന കുടജാദ്രിയിൽ സോങ് ഒക്കെ പാടുന്നത് ഒരു ഫൺ രീതിയിലാണ് പാടുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, പാട്ട് നിർത്തൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാട്ടിലേ പാടുന്നത്, അതിനെന്താന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ രസമായിരുന്നു കേട്ടോ, നിവിൻ്റെ ആ ഒരു സോങ് ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ എവിടെ വെച്ചാണോ ഒരു പ്രണയം തുറന്നു പറഞ്ഞത് അവിടെ വെച്ച് തന്നെ ഇരുന്ന് അവർ പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്. ആ ഊഞ്ഞാലിലിരുന്ന് അനീഷ് അനു ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർക്കുന്നതാണ്. അനീഷ് വീണ്ടും ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അറിഞ്ഞ് കളിക്കുന്നതാണോ എന്ന് തോന്നുന്നു. അനീഷിൻ്റെ ഈ ഒരു മാറ്റം, അനീഷ് വന്നപ്പോൾ തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിവിനും ആതിരയും വന്ന് ഒളിഞ്ഞു നോക്കുന്നതൊക്കെ ഉണ്ട്. ആ രംഗമൊക്കെ കാണാനും അവരുടെ എക്സ്പ്രഷനൊക്കെ കാണാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഫണ്ണായിരുന്നു. പിന്നെ ഈ അനീഷും അനുവും കൂടെ സംസാരിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചു അനുവിന് എന്നോടും തിരിച്ച് ഇഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ ചേട്ടനെ ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളത്, എന്ത് തമാശ കാണിച്ചാലും ആ ഒരു സെൻസിൽ എടുക്കുമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറയുമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അപ്പോഴും ആദിലയും നിവിനും ഒക്കെ അവിടെ ഇരുന്ന് ഇതൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അവർ ആ ഒരു രീതിയിൽ അവരവിടെ വിളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അനുവിൻ്റെ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം അവർ രണ്ടുപേരും കൈയൊക്കെ കൊടുത്ത് ആ ഒരു പ്രശ്നം അങ്ങനെ പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും എടുത്ത് ഒരു ടോപ്പിക്കായിട്ടിട്ട് അവർ തന്നെ അത് ചെയ്യാതിരുന്നാൽ മതി. അതിന് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു ഫൺ രീതിയിൽ നമ്മുടെ അക്ബർ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അനീഷും അനുവും കൂടെ ഊഞ്ഞാലിലിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, നൂറയുണ്ട് ആദിലുണ്ട് അടുത്ത്, അവരോടായിട്ട് പറയുന്നുണ്ട്, അനീഷ് ചേട്ടൻ അനുവിനെ തന്നെ കെട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അല്ല, ഇത്രയും ഡേയ്സ് ഇവിടെ നിന്നിട്ട് അനുവിൻ്റെ സ്വഭാവമൊക്കെ കണ്ടിട്ടാണല്ലോ അനീഷ് ചേട്ടൻ പ്രൊപ്പോസ് ചെയ്തതെന്നൊക്കെ നമ്മുടെ അക്ബർ പറയുന്നത്. എല്ലാവരെയും വിളിച്ച് ഫിനാലിലേക്കുള്ള നോമിനേഷനായിരുന്നു, എല്ലാവരും ഉണ്ട് നോമിനേഷനിൽ. പിന്നെ റീ എൻട്രി ആയിരുന്നു, ഫസ്റ്റ് അപ്പാനിയുടെ എൻട്രി ആയിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ. അപ്പാനി പോയ പോലെ തന്നെ തിരിച്ചു വന്നപ്പോഴും ആ ഒരു പുലി മാസ്ക് ഒക്കെ ഇട്ടാണ് കയറി വന്ന ഉടനെ തന്നെ അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ബോണ്ടിങ് ഇമോഷണലി കണക്റ്റ് ആയിരുന്നു. അപ്പാനി വന്ന വിശേഷങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ശാരികയും സരികയുമാണ് വരുന്നത്, കലാഭവൻ സരിക. അപ്പോൾ അവർ വന്നു, കലാഭവൻ അവരുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കലാഭവൻ സരിക ബിബിയുടെ പുറത്ത് വന്നിട്ടുള്ള അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ എല്ലാവരും പലരെയും ഇട്ട് കുത്തുന്നുണ്ട്, പലതും ഇട്ട് കൊടുക്കുന്നുമുണ്ട്. പിന്നെ PR-ൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശൈത്യ, മുൻഷി രഞ്ജിത്ത്, RJ, ബിൻസി, അവർ 3 പേരുടെയും കൂടെ ആയിരുന്നു. അവർ വന്ന് എല്ലാവരും ഓടിച്ചെന്ന് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഔട്ടായി പോയത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ആയിരുന്നല്ലോ, അധികം നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരെ അനീഷിൻ്റെ അടുത്ത് പോയി നമ്മുടെ രഞ്ജിത്ത് പറയുന്നുണ്ട്, അനീഷിനെ പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുവിൻ്റെ PR, അനുവൊക്കെ വരുമ്പോൾ അനു ഒരു ചായ ഇട്ട് തരുമ്പോൾ PR ചായ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ അനീഷിൻ്റെ ഈ എന്തോ മാട്രിമോണിയോ, ബിഗ് ബോസ് മാട്രിമോണി എന്നൊക്കെ വിളിക്കുന്നുണ്ട് രഞ്ജിത്ത്. അപ്പോൾ അങ്ങനെ അനീഷിനെ കുറച്ച്
എന്താ അനീഷിനെ പൊളിക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷെ അനീഷ് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. RJ ബിൻസിയും ശാരികയും അതുപോലെ ശൈത്യയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസിനെ പറ്റിയും അനുവിനെ പറ്റിയൊക്കെ ചെറിയ രീതിയിലൊക്കെ സൂചിപ്പിക്കുന്ന കാരണം ഒരു കിളി പോയ പോലെയാണ് ഈ ഒരു ആദിലയുടെയും നൂറയുടെയും ഒക്കെ അവസ്ഥ. അയ്യോ ഇനിയിപ്പം ഞാൻ ആരുടെ കൂടെ നിൽക്കേണ്ടേ, ആ ഒരു ചിന്തയാണ് അവർക്ക്. ഇതിപ്പോൾ അവർക്ക് പിന്നെ പ്രത്യേകിച്ചൊരു നിലപാടില്ലാത്തതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ശരി, ഇന്ന ആൾ ശരിയെന്ന് പറയുവാണെങ്കിൽ അങ്ങോട്ട് ചാടുക. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്നവരിൽ ശൈത്യമാണ് പുറത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ആ ഒരു ഇത് അകത്ത് സംസാരിച്ച് അനുവുമായിട്ട് അത്രയും പ്രശ്നവും കോളുകളൊക്കെ സൃഷ്ടിച്ചത്. അനുവുമായിട്ട് ഉള്ള ആ ഒരു പ്രശ്നം ശൈത്യ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ നീ എന്തിനാ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചതെന്ന്. അപ്പോൾ അനു പറയുന്നത് പുറത്തുനിന്ന് വൈൽഡ് കാർഡ് വന്നപ്പോൾ അവർ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. പിന്നെ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാതെ അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുവിൻ്റെയാണ്, പിന്നെ അനുവിനെ സംബന്ധിച്ച് അനുവിൻ്റെ കണ്ണിലൂടെ കാണുന്നതെല്ലാം സംശയം തോന്നിയാൽ അതങ്ങ് ഇട്ട് കൊടുക്കുക അനു ചെയ്യുന്നത്. അപ്പോൾ അനുവിന് അതിനൊന്നും മറുപടിയില്ല. ഇത് എന്തിൻ്റെ ബേസിലാണ് അവർ വന്ന് പറഞ്ഞാണോ അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇറങ്ങിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അവർക്ക് പിടികൊടുക്കാതെ രണ്ടുപേരും കൂടെ എന്താ പ്രശ്നമെന്ന് പരസ്പരം പറഞ്ഞ് ക്ലിയർ ചെയ്യുമായിരുന്നെങ്കിൽ അനുവിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ ശൈത്യയുടെ പ്രശ്നവും ഒക്കെ മാറിക്കിട്ടിയേനെ. ശൈത്യ പറയുന്നുണ്ട് അനുവിൻ്റെ PR തന്നെയാണ് എൻ്റെ PR എന്നൊക്കെ അനുവിനോട് പറയുന്നുണ്ട്. നിൻ്റെ PR എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിച്ചത്, എന്തൊക്കെയാണ് എന്നെപ്പറ്റി പറഞ്ഞത്, എന്തൊക്കെയാണെന്നൊക്കെ നീ അറിയുന്നുണ്ടോ, അത് കാരണമാണെന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. എന്നാലും അനു അത് കേൾക്കുകയല്ലാതെ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ RJ ബിൻസി അനുമോളോട് സംസാരിക്കുന്നുണ്ട് അപ്പാനിയുമായിട്ടുള്ള ആ ഒരു വിഷയം. അത് പുറത്തു പോയിട്ട് ഞാനും കുറേ പ്രശ്നങ്ങൾ നേരിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പാനിയോട് മാപ്പ് ചോദിച്ചെന്നോ സോറി ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് കാലേ വീണ് സോറിയൊക്കെ ചോദിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം എനിക്കത് പ്രശ്നം ഉണ്ടായെന്നൊക്കെ RJ ബിൻസി പറയുന്നുണ്ട്. പിന്നെ ശൈത്യയുടെ പ്രശ്നം, ശൈത്യ അനുവും കൂടെയുള്ള പ്രശ്നമായിരുന്നു ഇന്ന് കൂടുതലും. പിന്നെ ശൈത്യ വീണ്ടും നീ ഇട്ട് കൊടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വന്ന് സംസാരിക്കുന്നൊക്കെ ശാരികയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനു അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ അനുവിൻ്റെ PR കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെയാണ് ശൈത്യ പറയുന്നത്. പിന്നെ വന്നവരിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന അനുവിനിലേക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നവരും പോകുന്നവരും ഒക്കെ ഇപ്പോൾ നിവിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. പിന്നെ അനുവിനെ കൂടുതലായിട്ടും കൊട്ടുന്നുണ്ട്, വരുന്നവരെല്ലാവരും കൊട്ടുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇനി നമുക്കറിയാം വരുന്ന റീഎൻട്രികളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നും എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്